ഹല്ലേലൂയ. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പം പുരോഹിതന്മാർ ചെയ്തത് എന്താ? മലിനവും നിർമ്മലിനവും തമ്മിൽ വേർതിരിച്ചു കൊടുക്കുന്നില്ല. ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിച്ചു കൊടുക്കുന്നില്ല. ഉപദേശവും ദുരുപദേശവും തമ്മിൽ വേർതിരിച്ചു കൊടുക്കുന്നില്ല. പഥ്യവചനവും പഥ്യോപദേശം അല്ലാത്തതും തമ്മിൽ വേർതിരിച്ചു കൊടുക്കുന്നില്ല. ഇപ്പം നമുക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ട്. ഇവനെ പഠിപ്പിച്ചെടുക്കേണ്ട ഓരോ കാര്യങ്ങൾ ഇവനറിയാൻ പറ്റും, എല്ലാം ഇവന് ഗ്രഹിക്കാൻ പറ്റുമോ? ഇവനെ പഠിപ്പിച്ചെടുക്കുക, ഓരോ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അത് ചീത്തയാണ്, ഇത് നല്ലതാണെങ്കിൽ പഠിപ്പിച്ചെടുക്കുക. അതുപോലെ വിശ്വാസികൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയിൽ വരുന്ന 10, 15, 25, 30, 40, 50, 60, 70, 80 വയസ്സുള്ള വിശ്വാസികളാണെങ്കിൽ പോലും അവരെ ദൈവവചനം പഠിപ്പിച്ചു കൊടുക്കണം. അതാ പത്രോസ് ഇവിടെ പറയുന്ന പ്രധാന കാരണം. ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യണം. സ്തോത്രം. അവരെ പഠിപ്പിക്കണം. പഠിക്കാതെ എങ്ങനെ അവർക്ക് മനസ്സിലാകും? 8, 10, 15, 20 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന വിശ്വാസികൾ ഒരു സഭയിൽ വന്നാൽ 2-2.5 മണിക്കൂർ ഇവരുടെ കൊള്ളൂത്ത് കേൾക്കാനല്ല വരുന്നേ. അവർ ദൈവവചനം കേട്ട് അനുഗ്രഹിക്കപ്പെട്ടു പോകണം. അവരുടെ സ്വോത്രാഴ്ച ആഗ്രഹിക്കുന്നെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷേ അവരുടെ ഭൗതികം മാത്രം ആഗ്രഹിച്ചാൽ പോരാ, അവർ ആത്മീയമായി വളർത്തണം. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട്, ഇതിനെ വളർത്തി നല്ല കുഞ്ഞാക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ബോധമില്ലാതെ വിവരമില്ലാതെ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാതെ കുറേ തീറ്റ മാത്രം കുത്തി കയറ്റി തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വളർന്ന് വല്ല ബിൻലാദനായിട്ടൊക്കെ മാറും അവസാനം. മനസ്സിലായോ? ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് ബോധ്യമുള്ളത് വളരെ കുറവാണ്. ഒരിക്കലും ഒരു ക്രിമിനലായിട്ട് ഒരു വ്യക്തി പറന്നു വിടുകയല്ല ചെയ്യുന്നത്, അവനെ ആ നിലയിലാക്കി തീർക്കുക ചെയ്യും. നിങ്ങളെ നടത്തുന്നവർ എന്ത് ചെയ്യുന്നു? നിങ്ങളെ തെറ്റിച്ച് കളയും. ഉണ്ടോ വചനം? യെശയ്യാപ്രവചനം എടുത്താട്ടെ. യെശയ്യാപ്രവചനം. ഹല്ലേലൂയ. ഞാൻ പറയാം. യെശയ്യാപ്രവചനം അതിൻ്റെ ഹല്ലേലൂയ 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 ശൂരദല ഭാഷാരാദല ഹസന്തരാക്ഷിരാതിരികജന. യെശയ്യാപ്രവചനം അതിൻ്റെ പ്രാരംഭ പുസ്തകങ്ങളിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഹല്ലേലൂയ. അല്ല, 3-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ 12-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 3:12. എൻ്റെ ജനമോ കുട്ടികളവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകളവരെ വാഴുന്നു. എൻ്റെ ജനമേ, നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു. ഒരു പാസ്റ്ററാണ് വഴി തെറ്റിക്കുന്നതും വഴി തെറ്റിക്കാതെ ശരിയായ വഴിയിലൂടെ നടത്തുന്നത്. കർത്താവിനെ കുറിച്ച് ശാസ്ത്രിമാരും പരീശന്മാരും പറയുന്നത്, ഗുരു, നീ ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവൻ, നീ ആരുടെയും മുഖം നോക്കാത്തവൻ, ആരെയും ഗണ്യമാക്കാത്തവൻ, നീ മുഖപക്ഷമില്ലാത്തവൻ. ഇന്നിപ്പോൾ ഇത് മുഴുവൻ ഇതല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂപ്പ് സാൽവേഷൻ, സോപ്പിടുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കുക. നിന്നെ നടത്തുന്നവർ നിന്നെ തെറ്റിക്കുന്നു. നീ നടക്കേണ്ടുന്ന വഴി അവർ എന്ത് ചെയ്യുന്നു? നശിപ്പിച്ചു കളയും. തന്നിമിത്തം കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുക? വിശ്വാസികൾ ദൈവ വഴി അറിഞ്ഞുകൂടാത്തവരായിരിക്കും. അവർക്ക് ദൈവ വഴി വേണ്ട. ഇവിടെ പത്രോസ് പറയുന്ന പ്രധാന വിഷയം നമ്മൾ ശ്രദ്ധിച്ചോണം. ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യണം. ആട്ടിൻകൂട്ടത്തിന് മാതൃക കാണിക്കണം. മാതൃക. ശുശ്രൂഷകൻ വേദോസ്തം വായിക്കുന്നവനാണെങ്കിൽ വിശ്വാസികളും വേദോസ്തം. ശുശ്രൂഷകൻ ദൈവത്തിൽ നിന്ന് പഠിക്കുന്നവനാണെങ്കിൽ വിശ്വാസികളും പഠിക്കും. ശുശ്രൂഷകൻ തരികിട കാണിച്ച് കിടക്കുകയാണെങ്കിൽ വിശ്വാസികളും തരികിട ചെയ്യണം. ഇന്ന് അതല്ലേ കാണും. നമുക്ക് സർവത്ര തരികിടയാണ്. കാശുണ്ടാക്കണം എന്നുള്ള ഒറ്റ ചിന്തയല്ലാതെ ഇന്ന് കാണുന്നില്ല. പ്രിയമുള്ളവർ, ഞാനിത് എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇന്നലെ ഒരു കർത്താവിൻ്റെ ദാസൻ എന്നോട് വിളിച്ചു ചോദിച്ചു, പാസ്റ്ററെ, ഇന്നലത്തെ നിങ്ങളുടെ പ്രസംഗം ഞാൻ കേട്ടു, എനിക്ക് വളരെ സന്തോഷമാണ്. ഞാനത് ഒരു ഗ്രൂപ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകാം. സന്തോഷം. ആ ഗ്രൂപ്പിലേക്ക് ഇട്ടുമെന്ന് ഞാനതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് വചനം കേൾക്കട്ടെ എല്ലാവരും. ഈ പഥ്യവചനം, പഥ്യോപദേശം ലോകം മുഴുവൻ കേൾക്കട്ടെ. കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും
ജനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സത്യവചനം, പഥ്യവചനം, പഥ്യോപദേശം ജനത്തിന് പകർന്നു കൊടുത്ത് അവരെ ദൈവസന്നിധിയിൽ വളർത്തിയെടുത്ത് അവരെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുന്ന മഹത്തരമായ ശുശ്രൂഷ ചെയ്യാൻ ആളില്ല. കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ ജനത്തെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടു. അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. കൊയ്ത്തിൻ്റെ യജമാനോട് വേലക്കാർക്ക് വേണ്ടി യാചിപ്പിന് അപേക്ഷിക്കുന്നത്. പ്രാർത്ഥിച്ചോണം ഈ ദിവസം. ഉപദേശം പ്രസംഗിച്ച് നടത്തുന്ന കരുത്തന്മാർ സഭയിൽ എഴുന്നേറ്റ് വരുക, ആത്മീയ കോളത്തിൽ എഴുന്നേറ്റ് വരുക. ആരെങ്കിലും ഒരുത്ത് എഴുന്നേറ്റ് തന്നെ അവൻ്റെ ഉച്ചി നോക്കി അടിച്ചവനെ ഇരുത്തും. അങ്ങനത്തെയാണ് ഇന്നത്തെ സഭകൾ. വിശുദ്ധ ഉപദേശം പറയുന്നത് ചവിട്ടി പുറത്താക്കുന്ന സഭകളാണ്. മനസ്സിലായോ? കാരണം എന്താ? സഭ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന ഒരു ക്ലബ്ബ് പോലെ ആയിത്തീർന്നു. സുഖിക്കാനും സന്തോഷിക്കാനും ഇതിനൊരു അറുതി ദൈവം വരുത്താൻ പോവുകയാണ്. ഞാനതിന് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി തീരുന്ന ഒരു ക്രിസ്തു ജീവിതം നമുക്കുണ്ടാകട്ടെ, ശുശ്രൂഷകന്മാർക്കുണ്ടാകട്ടെ. വിശ്വാസികളത് മനസ്സിലാക്കുക. മാതൃകയുള്ള ക്രിസ്തു ജീവിതം. പൗലൂസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുന്നു. സകലത്തിനും മാതൃക പൗലൂസായിട്ട് നമുക്കെടുക്കാം. സകലത്തിനും മാതൃക കർത്താവായിട്ട് നമുക്കെടുക്കാം. ഞാൻ കർത്താവിൻ്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാണ്. പൗലൂസ് കർത്താവിനെ അനുകരിച്ചു, അതുപോലെ നമ്മൾ പൗലൂസിനെ അനുകരിക്കാം. പൗലൂസിൻ്റെ ഉപദേശം, പൗലൂസിൻ്റെ ജീവിതം, പൗലൂസിൻ്റെ ദർശനം. കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ചു, സ്വർഗത്ത് പോയി വന്നവനാണ് പൗലൂസ്. 2 കൊരിന്ത്യർ ലോകം 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അവിടുത്തെ രീതികളൊക്കെ കണ്ടു, തിരിച്ചു വന്നു. അപ്പം അതിനൊക്കെയുള്ള ഭാഗ്യം പൗലൂസിന് കിട്ടി. കാരണം എന്താ? അവൻ അത്രത്തോളം ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലും വചനശുശ്രൂഷയിലും ഉറ്റിരുന്നു കഴിഞ്ഞാൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരുന്നാൽ നമുക്ക് ദൈവത്തിൽ നിന്ന് പലതും പ്രാപിച്ചെടുക്കാൻ പറ്റും. അത് ജനത്തിന് കൊടുക്കാൻ പറ്റും. ഒരു പാസ്റ്റർ ആയിരിക്കുന്ന പോലെ വിശ്വാസികളായിരിക്കുന്നത്. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടി.പി. എബ്രഹാം, ശാരം ബൈബിൾ കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ 1 അടിയുള്ള വേലി ചാടിയാൽ അവൻ 5 അടിയുള്ളത് ചാടും. അപ്പോൾ അതുകൊണ്ട് സകലത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം? മാതൃക കാണിച്ചു കൊടുക്കണം. ഒരു ശുശ്രൂഷകൻ മാതൃകാ പുരുഷനാണ്. വഴിവിട്ട ജീവിതം അവന് നയിക്കാൻ പറ്റത്തില്ല. ഇന്ന് സഭകളെ നയിക്കുന്നവർ അഹരോന്റെ തമ്പിമാരും അണ്ണന്മാരുമാണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ദൈവപ്രമാണം വാങ്ങാനായിട്ട് മോശ പർവ്വതത്തിലേക്ക് പോയപ്പോൾ പുള്ളിയുടെ എന്ത് ചെയ്യായിരുന്നു? വിഗ്രഹം ഉണ്ടാക്കുക. സ്വർണങ്ങളെല്ലാം കൂടി, ഉരുപ്പടികളെല്ലാം കൂടി വാരിക്കോരിയിട്ട് എന്ത് ചെയ്തു? വിഗ്രഹം ഉണ്ടാക്കി. അതിൻ്റെ മുമ്പിൽ കിടന്ന് ഇന്നത്തെ നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേർ കിടന്ന് തുള്ളുന്ന പോലെ തുള്ളിക്കൊണ്ടിരിക്കുക. എന്തൊരു തുള്ളലാണെന്നറിയാം. മോശ പ്രമാണമായിട്ട് ഇറങ്ങി വരുമ്പോൾ ഈ പാടുന്ന പാട്ടിനെ കുറിച്ച് അത് വിലാപഗാനമാണെന്നാണ് മോശ പറഞ്ഞത്. സന്തോഷത്തിൻ്റെ പാട്ടായിട്ട് പറയുന്നില്ല. വിലാപഗാനം. പ്രമാണം കയ്യിലേന്തി കൊണ്ടുവന്ന മോശ ജനത്തോടുള്ള രോഷം നിമിത്തം പ്രമാണം കൽപ്പലക എറിഞ്ഞുടച്ച് അതിനെ കലക്കി കുടിപ്പിച്ചു എന്നാണ് പുസ്തകം പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം മോശയ്ക്ക് ശുശ്രൂഷ തീർന്നില്ല. യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. എനിക്കവിടെ വിചിത്രമായിട്ട് എടുത്തു പറയാനുള്ള ഒരു ദൂത്, അഹരോന്റെ വാക്ക് കേട്ട് കുണുക്കുകളും മാലകളും വളകളും ഒക്കെ കൊണ്ടിട്ട് ഉരുക്കി കാളക്കുട്ട ഉണ്ടാക്കിയ അതിനിടയായി തീർന്ന ആ ജനം ദൈവപുരുഷന്റെ വാക്ക് കേട്ടപ്പോൾ എന്ത് പറ്റി? ചാടി മാറി, യഹോവയുടെ പക്ഷത്തേക്ക് മാറി. പഠിക്കേണ്ട ഒരു ഗുണപാഠം. ആ സ്വർണ്ണാഭരണങ്ങളൊക്കെ വാരിയിട്ടതും ഈ അഹരോന്റെ ഗുണം പിടിക്കാത്ത അഹരോന്റെ ഉപദേശം കേട്ടിട്ടാ. എന്നാൽ ശരിയായ ഉപദേശം കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ചാടി മാറി. അവർക്ക് രക്ഷ കിട്ടി. മറ്റുള്ളവർക്ക് എന്ത് കിട്ടി? ശിക്ഷ കിട്ടി. അതുകൊണ്ട് ദുരുപദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ ഉപദേശം കേൾക്കുന്നെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനവും ഭക്തിത്വവും ഉപദേശം കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ചാടി മാറുക. എവിടെ നിന്ന് ചാടി മാറുക? ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ വീട്ടിലിരുന്ന് ദൈവത്തെ ആരാധിക്കുക. കർത്താവിൻ്റെ ഒരു പോണമെങ്കിൽ വലിയ കൂട്ടത്തിലൊക്കെ പോയി തലവെച്ച് കൊടുത്ത്, ഞാൻ പറയുന്നത് ഈ 500 1000 ഒക്കെ ഉള്ള കൾട്ട് ഉപദേശിമാർ പാട്ടുപാടി ആരാധനയൊന്നും പുസ്തകത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. പാട്ടുപാടി ആരാധനയില്ല, ആത്മാവിലുള്ള ആരാധനയെ പുസ്തകം പഠിപ്പിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെയാക്കി.
ഈ ദേഹം ദേഹി ആത്മാവ് എന്നുള്ള പദപ്രയോഗം തെസ്സലോനിക്ക ലേഖനത്തിൽ എങ്ങനെ കിടക്കുന്നതെന്നറിയാമോ? ആത്മാവ് ദേഹം ദേഹി എന്ന് എഴുതിയിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞ് ദേഹം ദേഹി ആത്മാവ്. ആത്മാവിൻ്റെ രക്ഷ അവസാനവും ദേഹത്തെ പോഷിപ്പിക്കുന്നത് ആദ്യവുമാക്കി. നമ്മളതിന് മിടുക്കന്മാരാണല്ലോ. പറഞ്ഞ് അങ്ങനെയാക്കുക. ഇവരൊരു പാസ് പറയുന്ന കേട്ടു, 100 കള്ളം പറഞ്ഞ് പിന്നെയും കള്ളം പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ കള്ളം സത്യമാവും. ആമാസർ ചെയ്തുകൊണ്ടിരിക്കുന്ന കള്ളത്തരമേ വായി വരുള്ളൂ. അവരുടെ സ്കൂളിൽ കൊണ്ടുവന്ന് സ്കൂളുകളിൽ അവരുടെ പ്രവർത്തനം നടത്താൻ വേണ്ടുന്ന ബോംബും സംവിധാനങ്ങളെല്ലാം കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ആസ്പത്രിയിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇസ്രയേൽ ചാരക്കണ്ണുകൾ, IDF-ന്റെ ചാരിയൽ കണ്ണുകൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ സ്കൂളുകളുടെ അടിയിൽ തുരങ്കം, പിന്നെ ഹോസ്പിറ്റലിയുടെ അടികളിൽ തുരങ്കം. അവരെന്ത് ചെയ്യുക? നേരെ ഇങ്ങോട്ട് വന്ന് ചോദിക്കലൊന്നുമില്ല, എല്ലാം അടിച്ചങ്ങ് പൊട്ടിച്ച് കളയും. അപ്പോൾ ഇവർ പറയുക, സ്കൂളുകൾക്കെതിരെ, ഹോസ്പിറ്റലിനെതിരെ സ്വത്രം സ്വത്രം സ്വത്രം. സ്കൂളുകൾക്കെതിരെ, ഹോസ്പിറ്റലിനെതിരെ എന്ത് നടക്കുന്നു? യുദ്ധം ചെയ്യുന്നു. അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് അവർ നിലവിളിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്? നമ്മൾ ദൈവവചനം ജനത്തെ പഠിപ്പിക്കണം. ഉപദേശം സഭയെ പഠിപ്പിക്കണം. ഉപദേശം സഭയെ ഗ്രഹിപ്പിക്കണം. പഥ്യവചനം, പഥ്യോപദേശം സഭയെ പഠിപ്പിക്കണം. സഭയെ ഉപദേശം പഠിപ്പിച്ച് വിശ്വാസികളെ വളർത്തണം. ആട്ടിൻകൂട്ടത്തെ നയിക്കുന്ന ഇടയന്മാർ, ശുശ്രൂഷകന്മാർ, അല്ലെങ്കിൽ ബിഷപ്പുമാർ, അല്ലെങ്കിൽ പാസ്റ്റർമാർ, അല്ലെങ്കിൽ ഉപദേശിമാർ, ദൈവസഭ എന്ത് ചെയ്യണം? ഉപദേശം പഠിപ്പിക്കണം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. എന്തിനാ നിയമിച്ചത്? പ്രിയമുള്ളവരെ? പറ, എന്തിനാ നിയമിച്ചത്? വായിച്ചു കേൾക്കാൻ നമുക്ക് 4-ാം അധ്യായം, എഫേസ്യ ലേഖനം 4-ാം അധ്യായം. നിയമിച്ചിരിക്കുന്നു. അത് നിയമിച്ചത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം ദൈവം സഭയിൽ ശുശ്രൂഷകന്മാരെ നിയമിച്ചാക്കി വെച്ചിരിക്കുന്നത് പൗലൂസ് ഉൾപ്പെടെ നാം എല്ലാവരും വിശ്വാസത്തിൽ ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയിൽ തികഞ്ഞ പുരുഷത്തിൽ ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവിൽ നമ്മളെല്ലാവരും തികഞ്ഞു വരണം. ഒരുപോലെ തികഞ്ഞു വരണം. എല്ലാവരും ഒരാൾ ഇച്ചിരി മറ്റൊരാൾ ഇച്ചിരി അല്ല. ഉപദേശം പറഞ്ഞ് അവരെ തികഞ്ഞവരാക്കി നിർത്തണം. ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തണം. ഇല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൽ ശിക്ഷാവിധിയിൽ അകപ്പെടും ശുശ്രൂഷ വൃന്ദങ്ങൾ. ഇവിടെ കോടതിയിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല, പിന്നെ തികഞ്ഞവരാക്കി നിർത്തുന്നത്. കേസിന് പോക്കാണ്. ആർക്കെതിരെ? അതും സമൂഹത്തിനെതിരെ. നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന അതേ സമൂഹത്തിലുള്ളവരോട് ആ കേസ് പറയുന്നു. അതാണ് അതിൻ്റെ രസം. വിശ്വാസിയോട്, പാസ്റ്റർമാരോട്. ദൈവമക്കളെ, ഇതെവിടെ ചെന്ന് അവസാനിക്കും? ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനെയും സകല ജ്ഞാനത്തോടു കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. ഇവിടെ എഫേസ്യ ലേഖനം ഞാനതങ്ങ് വായിക്കാം. വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമുദായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്തോ പറ്റും? ഉപദേശത്തിന് അങ്ങനെ ഇനി മനുഷ്യരുടെ ചതിയാലും നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കോണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായി ദൈവമാക്കി വെച്ച ശുശ്രൂഷ വൃന്ദങ്ങളുടെ ഉപദേശം കേട്ട് ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവിലേക്ക് വിശ്വാസികൾ നടത്തപ്പെടുന്നില്ലെങ്കിൽ ഉപദേശത്തിൻ്റെ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായി പോകും. ഇന്നത്തെ പെന്തോക്കോ സമൂഹം ബഹുഭൂരിപക്ഷവും ശൈശവാവസ്ഥയിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുക. തിന്നാനില്ല, കുടിക്കാനില്ല, ഒന്നുമില്ല, കൊടുക്കാൻ ആരുമില്ല. ദാസന്മാർക്ക് അത് കൊടുക്കാൻ നേരമില്ല അവർക്ക്. അതല്ല, ഞാനീ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ വേദന ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. 5, 10, 15, 20 വർഷമായതേ വിശ്വാസികളുള്ള ഒരു ചക്കും ചുക്കും അറിയത്തില്ല. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്,
ദൈവവചനത്തിൻ്റെ ശക്തമായ പഠനം ദൈവസഭയ്ക്ക് ലഭിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? സ്തോത്രം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിലായി പോകും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. സ്തോത്രം. കഞ്ഞി കുടിക്കാൻ വേണ്ടി പൊത്തു കൊടുത്തുകൊണ്ട് ഇറങ്ങിക്കുന്നവരാണ് നല്ലൊരു ശതമാനവും. സ്തോത്രം. മനസ്സിലായോ? ഒരു നല്ല ഗവൺമെൻറ് ജോലിയേക്കാളും നല്ല വരുമാനമാണ് ആർക്ക്? ഒരു പാസ്റ്റർ. സംശയം. ഞങ്ങളെപ്പോലെയുള്ളവർ അങ്ങനെ വരുമാനമുള്ളവരൊന്നുമില്ല. ഒരു സർക്കാർ ജീവനക്കാരനെ, കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരനെക്കാളും നന്നായിട്ടാണ് ഒരു പാസ്റ്റർ ജീവിക്കുന്നത്. കൊച്ചെന്ത് ചെയ്യുന്നു? കൊച്ച് MBAക്ക് പഠിക്കുന്നു. കൊച്ചെന്ത് ചെയ്യുന്നു? കൊച്ച് BSc നേഴ്സിങ്ങിന് പഠിക്കുന്നു. ഇത് ഈ പഠിപ്പിക്കുന്നതൊന്നും തെറ്റാണെന്ന് ആരും നിങ്ങൾ ചിന്തിക്കരുത്. MBBSന് പഠിപ്പിക്കുന്നതോ കളക്ടറിന് പഠിപ്പിക്കുന്നതോ IASന് ഇതൊന്നും തെറ്റല്ല. അതൊക്കെ ചെയ്തുകൊള്ളുക. പക്ഷേ ഈ ഓർഡർ പ്രകാരം അപ്പോസ്തലന്മാർ പറയുന്ന അനുസരിച്ച് വിശ്വാസികളെ എന്ത് ചെയ്യണം? ശുശ്രൂഷകന്മാരെ വളർത്തിയെടുക്കണം. അവരെ വളർത്തണം. അവരെ ആത്മീക ശിശുക്കളായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയെങ്കിൽ അവരെ ദൈവവചനം പ്രസംഗിച്ച് വളർത്തണം. അല്ലാതെ നിങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കരുതെന്നോ, കുഞ്ഞുങ്ങൾക്ക് നല്ല വസ്ത്രം വാങ്ങി കൊടുക്കരുതെന്നോ, നിങ്ങളൊക്കെ നല്ല കാറ് വാങ്ങരുത്, ഇതൊന്നും അർത്ഥമാകുന്നില്ല. അതൊക്കെ നമുക്ക് ചെയ്യാം, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഇത് മാത്രം ചെയ്തിട്ട് നിങ്ങളുടെ വിശ്വാസികൾ ആത്മീകമായി, എൻ്റെ ഭാഷയിൽ പറഞ്ഞ ICU കിടക്കുന്ന അവസ്ഥയാണെങ്കിൽ എന്താ ഗുണം? ICUവിൽ കിടക്കുന്ന പേഷ്യൻറ്റിൻ്റെ നിലവാരം എന്താ? അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പോലെ കിടക്കുക. അതുപോലെ വിശ്വാസികൾ സ്വർഗത്തേക്കോ നരകത്തിലേക്കോ പോകുമെന്ന് വെച്ചാൽ ഒരു പിടിയില്ല. കാരണം അതിനുള്ള വളർച്ചയില്ല, അതിനുള്ള ഉപദേശമില്ല, അതിനുള്ള പഠനങ്ങളില്ല, അതിനുള്ള പഠിപ്പിക്കലുകളില്ല. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുന്നത്, ശുശ്രൂഷകന്മാരോട് എക്സ്പെഷ്യലി പറയുന്നത്, ഞാനല്ല, പത്രോസ് തന്നെ പറയുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തെ എന്ത് ചെയ്യണം? മേയിച്ചുകൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിൻ്റെ ഹിതമാം വണ്ണം. ദൈവത്തിൻ്റെ ഹിതമാം വണ്ണം മേയ്ക്കണം. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം അവരെ മേയിച്ചെടുക്കണം. അവരെ തിരുവചന സത്യങ്ങളിലൂടെ അവരെ പഠിപ്പിച്ച് വളർത്തിയെടുക്കണം. നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തി അറിയായാൽ തെറ്റിപ്പോകുന്നു. അപ്പൊ തെറ്റിപ്പോകുന്ന വിശ്വാസികളെ വചനത്തിലൂടെ തെറ്റിപ്പോകാതെ അവരെ വളർത്തിയെടുത്ത് സ്വർഗരാജ്യത്തിന് കൊള്ളാകുന്നവരായി തീർക്കണമെന്ന ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ സാരം. വേറൊന്നുമല്ല ഈ പറയുന്നത്. ഇത് സംഭവിക്കുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും സംഭവിക്കുന്നില്ല. ഇന്ന് വല്ലതുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അത് അപകടമാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് വിളിച്ചു പറയാം, ഈ നാളുകളിൽ നമ്മൾ ദൈവസഭ ശുശ്രൂഷ വൃന്ദങ്ങൾ വളരെ ജാഗരൂകരായിരിക്കണം. പൗലൂസിൻ്റെ പഠിപ്പിക്കൽ വെച്ച് പോകുമ്പോൾ ശുശ്രൂഷകന്മാർ എങ്ങനെയുള്ളവർ? ഘനശാലികൾ എന്ന് പറഞ്ഞാൽ എന്താ? ഗൗരവമുള്ളവരായിരിക്കും. വിശ്വാസികളെ ശാസിക്കുകയും തർജ്ജനം ചെയ്യുകയും കഠിനമായി ശാസിക്കുകയും പ്രബോധിപ്പിക്കുകയും മുറി കെട്ടുകയും ചെയ്യുന്നവർ തന്നെ ആയിരിക്കണം. അല്ലാതെ പല്ലു വിളിച്ച് വിശ്വാസികളുടെ മുമ്പായി ചിരിച്ചുകൊണ്ട് നിന്നാലൊന്നും വിശ്വാസികളൊന്നും നേരെ ആകത്തില്ല. സ്നേഹത്തിൽ സത്യം സംസാരിക്കണം എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ ഗൗരവത്തോടെ അവർ ഉപദേശിക്കണം. ഒരു ഉപദേശം കട്ടിയായിട്ടൊരു, ഇപ്പോൾ വ്യഭിചാരം ചെയ്തൊരു സഹോദരനെ ഉപദേശിക്കുമ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് അവരോട് പറയുന്നത്. കട്ടിയായിട്ടാണ് പറയുന്നത്, ഗൗരവത്തോടെ പറയുന്നത്. മദ്യപിച്ച് വരുന്ന ഒരു വിശ്വാസിയെ പല്ലി വിളിച്ച് ചിരിച്ചോണ്ടാണ് ആ ഭാഷവൻ്റെ അടുക്ക് ചെല്ലുന്നത്. സഹോദര, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കിയില്ല അവനെ പഠിപ്പിക്കുന്നു. അയ്യോ പാർശ്വ അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ തോത്രാഴ്ച കിടത്തില്ല. വേണ്ട, നീ പട്ടിണി കിടന്നങ്ങ് ചാക്. പിന്നല്ല, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കിയില്ല. ശലോമന്റെ പുസ്തകത്തിൽ സദൃശവാക്യത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, മദ്യം ചുവന്ന പാത്രത്തിൽ ഇരിക്കുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. ഒരു ഷാപ്പിൽ ഇങ്ങനെ മദ്യം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കരുത്. മദ്യപാനിയായ ഒരു സഹോദരൻ രക്ഷിക്കപ്പെട്ട് 6 മാസമേ ആയുള്ളൂ. ഷാപ്പിൻ്റെ അടുത്തുകൂടി പോകേണ്ടി വന്നാൽ നോക്കരുത്. അവിടെ നോക്കിക്കഴിയുമ്പോൾ നിന്റെ കൂട്ടുകാരൻ അവിടെ ഇരിപ്പുണ്ടാവും. വാ, ആരോടും പറയില്ല, ഒരു ഗ്ലാസ് അടിച്ചിട്ട് പോകാം, വാ. നോക്കിക്കൊണ്ടല്ലേ വിളിച്ചോണ്ടല്ലേ പോയത്. അവസാനം അടിച്ചിട്ട് വന്നിരുന്ന് എന്ത് ചെയ്യുക?
ആ ഒരു അടി പിന്നെ പല പ്രാവശ്യം അടിക്കാം. എനിക്കറിയാം പെന്തക്കോസ്തുകാർ കള്ളുപിടിച്ചവരുടെ ചിത്രം എനിക്കറിയാം. എനിക്ക് നല്ല അറിവുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുക, മദ്യപാനയുടെ വീട്ടിൽ പോയി മദ്യപിക്കുന്നെങ്കിൽ കളഞ്ഞിട്ട് പോന്നേക്കണം. വേറെ സമയത്ത് അവനോ അല്ലെങ്കിൽ ടെലിഫോൺ വിളിച്ച് സംസാരിക്കണം. അവിടെ പോയി കുത്തിയിരുന്ന അവസാനം അവരൊഴിച്ചു കൊടുത്തത് കുടിച്ചിട്ട് ക്രീം തുടച്ച് കളഞ്ഞ് വന്ന് ഞഞ്ഞാ പിഞ്ഞാ പറഞ്ഞവർ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ദൈവങ്ങളെ ഞാൻ പറയുമ്പോൾ കാര്യമില്ലാതെ പറയത്തില്ല. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. വിശ്വാസി, രക്ഷിക്കപ്പെട്ടവൻ, സ്ഥാനപ്പെട്ടവൻ ഒരു മുഴുമദ്യപാനി മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ കയറി ചെന്നു. അവനോട് പറഞ്ഞു വന്ന് കുടിക്കാം. നോ 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 എന്നൊക്കെ ആദ്യം പറഞ്ഞു. അവസാനം അവൻ്റെ വലയിൽ കെണിയിൽ വീണു എന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയയുടെ കർക്കശമായ ഉപദേശം, സ്വത്രം, പ്രമാണം വേദപുസ്തകത്തിൽ കിടപ്പുണ്ട്. കോടതി കയറാൻ പാടില്ല, മദ്യപിക്കാൻ പാടില്ല, അങ്ങനെ പല പല തെറ്റുകളും ചെയ്യാൻ പാടില്ല. എന്തിന് കളിച്ചിരി പറയുന്നത് പോലും എഫേസ് ലേഖനത്തിൽ വിലക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? എഫേസ് ലേഖനം എടുത്താട്ടെ എല്ലാവരും. എഫേസ് ലേഖനം എടുത്താട്ടെ. എൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ അങ്ങോട്ട് വായിച്ചേ. 5-ന്റെ 1 മുതൽ. സ്വത്രം 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 വായിക്കേ. തെറ്റിക്കാതെ വായിക്കണം. വായിച്ചേ. ആകയാൽ എൻ്റെ പൊന്നെ 1 മുതൽ അനുകരിപ്പി. സ്നേഹത്തിൽ നടപ്പി. പേർ പറയുക പോലും വരുന്നെന്താ പറയുക? പേര്. ഇന്നിപ്പോ ദുർനടപ്പത്തിൽ കിടന്ന് തലകുത്തിമറിയ ദൈവസഭ. പേർ പറയുക പോലും വരുത്. ദുർനടപ്പിനെ കുറിച്ചുള്ള പേർ പറയുക പോലും വരുത്. അടുത്തേ. ഉചിതം, ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ചേർച്ചയില്ലാത്ത ഒന്നും വരുത്. സ്തോത്രം അത്രേ വേണ്ടത്. ദുർനടപ്പുകാരൻ, ദ്രവ്യാഗ്രഹി, തീർന്നില്ലേ? അപ്പൊ ദൈവരാജ്യത്തിൽ അവകാശമാക്കാൻ പറ്റാത്ത പാപങ്ങൾ അവിടെ എഴുതി വെച്ചേക്കുന്നേ. ഒരു പാസ്റ്ററോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ട് എൻ്റെ ചെവിക്കല് പൊട്ടിപ്പോയി. എടോ എന്നാണ് വിളി. എടോ ഒന്ന് പോടോ എന്നങ്ങനെ ഇടും. ഇത് രണ്ടുപേരും കൂടി വർത്താനം പറയുന്ന ആ വർത്താനം ഞാൻ കേട്ടിട്ട് ഞാൻ പിന്നീട് അവരെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി 2 ജഡികന്മാരായ പാസ്റ്റർമാരാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ക ജഡികന്മാരാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല. ഒരാള് എന്താണ് ഓവർസിയർ അല്ലല്ലോ. സ്വത്രം. ഒരു വലിയ സ്ഥാനമാനം അലങ്കരിച്ചിരുന്ന ഒരാളാണ്. സ്വത്രം സ്വത്രം. പ്രസ്പിറ്റർ സ്ഥാനം അലങ്കരിച്ച ഒരു പാസ്റ്ററും പിന്നെ ഒരു ഡോക്ടറേറ്റ് ഉള്ളൊരു പാസ്റ്ററും കൂടി വർത്താനം പറയുന്നത് ഞാൻ കേട്ടിട്ട് എൻ്റെ ചെവിക്കല്ല് പൊട്ടിപ്പോയി. എടോ പോടോ എന്ന് അവർ വിളിക്കുന്നത്. ഞാനൊന്ന് പോടും. സ്വത്രം. ഇവിടെ എന്താ എഴുതി വെച്ചേക്കുന്നേ? ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്ത ഒന്നും വരുത്. സ്തോത്രം അത്രേ വേണ്ടത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം ഞാൻ നിങ്ങളെ എപ്പോഴും വായിച്ച് പഠിപ്പിക്കുന്ന കാര്യമാണല്ലോ. നിങ്ങൾക്കത് അറിയാമല്ലോ. എങ്കിലും ഒന്നുകൂടി വായിക്കുകയാണ്. സ്തോത്രം. നിങ്ങളത് വായിച്ച് പഠിച്ചോണം. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം. സ്വത്രം. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ഠക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവരും ദൈവരാജ്യം അവകാശമാക്കിയില്ല. നിങ്ങളിൽ ചിലർ യുവക്കാരായിരുന്നു എങ്കിലും നിങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, എന്താ നമ്മൾ മനസ്സിലാക്കുന്ന ഇതിൽ നിന്നൊക്കെ? ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഒരു ശുശ്രൂഷകൻ ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങൾ ആഴത്തിൽ പഠിച്ച്, ആഴത്തിൽ വിശ്വാസികളെ പഠിപ്പിച്ച്,
ആ പ്രമാണത്തിൽ, ആ വ്യവസ്ഥയിൽ നിലനിർത്തി അവരെ ആത്മീയമായി വളർത്തി അവരെ ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തി അവരുടെ മുമ്പിൽ മാതൃക കാണിച്ച് അവരെ നയിച്ചുകൊണ്ട് പോകുന്നില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. ഉപദേശിയുടെ കഞ്ഞുകുടിയും കുട്ടികളെ പഠിപ്പിക്കലൊക്കെ നടക്കും. കർത്താവ് വരുമ്പോൾ വിശ്വാസികൾ എന്ത് ചെയ്യും? കൈവിടപ്പെട്ടു പോകും. വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ എല്ലാറ്റിലും മാതൃകയാക്കുന്നത് കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരെയാണ്. ഇന്നത്തെ പാസ്റ്റർമാരെ മാതൃകയാക്കാൻ നമുക്ക് പ്രമാണം ഇല്ല. പൗലോസ് പറഞ്ഞ ഞാൻ ക്രിസ്തുവിൻ്റെ അധികാരിയായിരിക്കും, നിങ്ങൾ എൻ്റെ അധികാരികളാകുവിൻ. പത്രോസ്, പൗലോസ്, യോഹന്നാൻ, യാക്കോ അവരെ മാതൃകയാക്കണം. അവരുടെ ജീവിതം, അവരുടെ രീതി, അവരുടെ വിശുദ്ധി, അവരുടെ വേർപാട്, അവരുടെ വചനം പഠിപ്പിക്കൽ, അവരുടെ ഉപദേശം, അതാണ് നമ്മൾ പഠിക്കേണ്ടത്, അതാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. ഇല്ലെങ്കിൽ എന്തോ പറ്റും? നമ്മൾ പാളിപ്പോകും, നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും, നമ്മൾ ദൈവകൃപയിൽ നിന്ന് വീണുപോകും. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ തീർത്തും പറയാൻ ആഗ്രഹിക്കുക ഈ പഠനത്തോടനുബന്ധിച്ച്. പ്രമാണം ഏറ്റുവാങ്ങിയ മോശ പ്രമാണം അനുസരിക്കാതെ പോയപ്പോൾ ദൈവം അവന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആക്ഷരിക കനാനിൽ പ്രവേശിക്കാൻ കഴിയാതെ ദൈവം അവനെ തടഞ്ഞു. ഹോമനോസും അലക്സാണ്ടറും വിശ്വാസ കപ്പൽ തകർന്നു പോയി. പൗലോസ് പറയുന്നു, അവരെ ഞാൻ സാത്താന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഉണ്ടോ? നിസ്സാര കാര്യമാണോ ഇത്? മനോഹരമായ ദേവാലയം പണിത സോളമൻ തൻ്റെ പ്രാർത്ഥനയുടെ ഒരു ആകത്തുക ഞാൻ പറയാം. നിന്റെ ജനമായ ഇസ്രായേൽ കഷ്ടപ്പെടുമ്പോൾ, ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ, അവർ പീഡയിലാകുമ്പോൾ, അവർ വേദനയിലാകുമ്പോൾ, അവർ പ്രതികൂലത്തിലാകുമ്പോൾ, അവർക്കെതിരെ ശത്രു വാടകോരാൻ വരുമ്പോൾ, ഈ ആലയത്തിന് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന ദൈവമേ നീ കേൾക്കണമേ എന്ന് പറഞ്ഞു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. പക്ഷെ ശലോമന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. ശലോമനെ ദൈവം പറിച്ചു കളഞ്ഞു. എബ്രായ ലേഖനത്തിൽ വിശുദ്ധന്മാരുടെ പട്ടിക 11-ാം അധ്യായത്തിൽ എഴുതി വരുമ്പോൾ ആബേൽ മുതൽ ശമൂവേൽ പ്രവാചകന്മാർ വരെ പേരെടുത്ത് പറയത്തക്ക വിശുദ്ധന്മാരുടെ ഒരു സംഘം ലിസ്റ്റ് അവിടെ പരിശുദ്ധാത്മാവ് തയ്യാറാക്കി വരുമ്പോൾ ഈ മഹാന്റെ പേര് അവിടെ ഇല്ല. ആരുടെ? സോളമൻ. എന്നാൽ സോളമന്റെ സൂക്തങ്ങളാണ് ലോകം മുഴുവൻ മനുഷ്യൻ പ്രസംഗിക്കുന്നത്. എന്നാളൊരു പാസ് പറയുന്ന കേട്ടു, ഏത് രാഷ്ട്രീയക്കാരനും ഏത് മതപ്രാസംഗികനും സോളമന്റെ ഉദ്ധരണികൾ ഉദ്ധരിക്കാത്തവരില്ലത്രേ. നല്ലതാ, ശരിയാണ്. അത്ര ഗാംഭീര്യം നിറഞ്ഞ വചനങ്ങളാണ്. പക്ഷേ ആളെവിടെ പോയി? നിത്യപ്രാപ്തി പ്രാപിക്കാൻ കഴിയാതെ തള്ളപ്പെട്ടു പോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ അതുകൊണ്ടാണ് ഇത്ര സീരിയസ് ആയിട്ട് ഈ വചനം പറയുന്നത്. നമ്മൾ പറയുന്ന ഉപദേശങ്ങളും വചനങ്ങളും നാം അനുസരിച്ചില്ലെങ്കിൽ നാം അവിടെ ചെല്ലത്തില്ല. നമ്മൾ നഷ്ടപ്പെട്ടു പോകും. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനം തള്ളുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പീൻ. കഠിനമേറിയ ശിക്ഷ നരകമാണെന്ന് പഠിച്ചാൽ എന്താ കുഴപ്പം? അതുകൊണ്ട് ഞാൻ കൈകൂപ്പി വിളിച്ചു പറയാം, നിങ്ങളിലുള്ള ആട്ടിൻകൂട്ടത്തെ എന്ത് ചെയ്യണം? നിങ്ങളിലുള്ള വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തെ നന്നായി മേയ്ക്കണം. നല്ല ഫുഡ് കൊടുക്കണം അവർക്ക്. തിമോത്തിയോസിന്റെ വചന, തിമോത്തിയോസിന് പൗലോസ് എഴുതിയ വചന ആ ലേഖന ഭാഷ ഞാൻ കടമെടുത്താൽ ദൈവവചനത്തിന്റെ പോഷണം കൊടുത്ത് അവിടെ വളർത്തണം. ചില കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരം കുറവാണെങ്കിൽ ഡോക്ടർ എഴുതും ഇന്നിന്ന സാധനങ്ങൾ, ഫ്രൂട്ട്സ്, ഇതൊക്കെ നല്ല നല്ല ഫ്രൂട്ട്സ്, മരുന്ന് അടിക്കാത്ത ഫ്രൂട്ട്സ് വാങ്ങി വൃത്തിയായിട്ട് കഴുകി ജ്യൂസ് അടിച്ചൊക്കെ കൊടുക്കാൻ പറയും. എന്തിനാ? പോഷകാഹാരം, കുഞ്ഞുങ്ങളുടെ ആ വളർച്ചയ്ക്ക് വേണ്ടി. അതുപോലെ ഈ ക്രിസ്തുവിൻ്റെ പ്രമാണം, ക്രിസ്തുവിൻ്റെ ഉപദേശം പോഷകാഹാരമാണ്. അത് ആത്മീക ശിശുക്കൾക്ക് കൊടുത്ത് അവരെ വളർത്തണം. അവരെ സങ്കീർത്തനം പാടി കേൾപ്പിച്ചുകൊണ്ടിരിക്കരുത്. IPCയിലെ പാസ്റ്റർ PM ജോസഫ്, നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിൻ്റെ അനുഗ്രഹീതനായ ദാസൻ പ്രസംഗങ്ങൾ ഞാൻ ഒത്തിരി കേട്ടു.
അദ്ദേഹം പല പ്രാവശ്യം പ്രസംഗത്തിൽ ഉദ്ധരിച്ച ഒരു ഉദ്ധരണി ഈ പ്രസംഗത്തിലും ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: സങ്കീർത്തനങ്ങൾ ഇല്ലെങ്കിൽ നമ്മളുടെ പാസ്റ്റർമാർക്ക് രക്ഷയില്ല. അദ്ദേഹം പറയുക സങ്കീർത്തനമാണ് അവരുടെ ഉപദേശം. അപ്പൊ മത്തായി 28:20 നിങ്ങൾ പോയി ഭൂലോകത്തൊക്കെ സുവിശേഷം പ്രസംഗിപ്പിൻ, വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ സ്ഥാനപ്പെടുത്തി ഞാൻ നിങ്ങളോട് കൽപ്പിച്ച, മത്തായി 28:20 ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ കൊണ്ടും ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നുള്ള പ്രസംഗത്തിന് എന്ത് പ്രസക്തി? ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് പറയാത്തത് എന്താ? എന്താ ശിഷ്യരാക്കിനെന്ന് പറയാത്തത്? ശിഷ്യരാക്കാൻ എന്താ കഴിയാത്തത്? ഗോ ദെൻ മേക്ക് ഡിസൈപ്പിൾ. പോകുക, ശിഷ്യരാക്കുക, വചനം പ്രസംഗിച്ച് ശിഷ്യരാക്കുക. ഇതാണ് പുതിയ നിയമസഭയ്ക്ക് തന്നിരിക്കുന്ന പ്രമാണം. ബഹുമാനപ്പെട്ട ഇടയന്മാരൊക്കെ ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ടോണം. ഗോ ദെൻ മേക്ക് ഡിസൈപ്പിൾ. പോകുക, പ്രസംഗിക്കുക, ശിഷ്യരാക്കുക, ശിഷ്യന്മാരെ വാർത്തുണ്ടാക്കുക. അങ്ങനെ ശിഷ്യന്മാരെ വാർത്തുണ്ടാക്കി ഉപദേശിക്കാൻ പ്രാപ്തന്മാരായിട്ടുള്ളവരെ ആത്മനിയോഗത്താൽ പ്രാർത്ഥിച്ച് വേർതിരിച്ച് വേലക്കാരാക്കി. ഇതാണ് പണ്ട് നടന്നുകൊണ്ടിരുന്നത്. ഇതിപ്പോ ഇന്നത്തെ വേലക്കാക്കുന്നത് പറയണ്ട. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 3 നിലയിലുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന്, സംഘടന ആക്കി വെക്കുന്നവർ, ഗ്രാജുവേഷൻ ചെയ്ത് വേലക്കാരാക്കുക, 3-4 വർഷം പഠിപ്പിച്ച് ഒരു ചുവന്ന തുണിയൊക്കെ ഇട്ട് ഒരു തൊപ്പിയൊക്കെ വെച്ച് ഒരു സർട്ടിഫിക്കറ്റൊക്കെ കൈ കൊടുത്ത്. എനിക്കുണ്ടായിരുന്നത്, എന്നോടൊപ്പം ഇരുന്നവരും ഫോട്ടോ എടുത്തവരാ. പക്ഷെ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അത് സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് കിട്ടിയുമില്ല. ആ തുണിയെല്ലാം പോയി, എല്ലാം പോയി. ആ ഒന്നുമില്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ. സ്തോത്രം. അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വചനത്തിലൂടെ എങ്ങനെയാണ് ശിഷ്യത്വത്തിൻ്റെ പാതയിലൂടെ നടക്കേണ്ടതെന്നുള്ള പ്രമാണം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഒരു യഥാർത്ഥ ശിഷ്യൻ ആരായിരിക്കണം? ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുത്ത് അനുഗമിക്കുന്നവരാണ് ശിഷ്യൻ. കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരാണ് ശിഷ്യൻ. എന്ന് വെച്ചാൽ എന്നും കഷ്ടതയാണോ? അല്ല, വ്യത്യാസമുണ്ട്. സമൃദ്ധി സന്തോഷമൊക്കെ തന്നെന്ന് വരാം. കഷ്ടത വരുമ്പോൾ ശാസിക്കരുത്. അങ്ങനെ ശാസിക്കുന്നവരായിരുന്നു കൂടുതലുള്ളത്. ശാസിക്കുന്ന പാർശ്വന്മാരായിരുന്നു കൂടുതലുള്ളവർ. കഷ്ടപ്പെടാൻ തയ്യാറല്ല, സുഖിയന്മാരായി തീർന്നിരിക്കുക. അപ്പോസ്തലന്മാരുടെ ബയോഡാറ്റ ഞാൻ എപ്പോഴും പറയുമല്ലോ. 1 പത്രോസ് 4:11-12 ഈ നാഡീവരങ്ങൾ വിശന്നും ദാഹിച്ചും കുത്തുകൊണ്ടും കുടിപ്പാനില്ല, ഉടുക്കാനില്ല, സ്ഥിരവാസമില്ല, ഞങ്ങൾ ലോകത്തിൻ്റെ ചവറ് പോലെയും സകലത്തിൻ്റെയും അഴുക്കായി തീർന്നിരിക്കുന്നു. അഴുക്കായി തീർന്നിരിക്കുന്നു. പിന്നെ റവറൻ്റ് പട്ടം, ഡോക്ടർ പട്ടം കെട്ടിയവരൊക്കെ ഈ അവസ്ഥയിലേക്ക് വരുമോ? തുണി മുറിച്ച് നടന്ന ഒരു ഉപദേശി എനിക്കറിയാം ഇപ്പോൾ ദുരുപദേശം പറഞ്ഞു നടക്കുന്നത്. തുണി മുറിച്ച് കടയിൽ തുണി മുറിച്ച് കൊടുത്തോണ്ടിരുന്ന ആള് വലിയ പൊസിഷനിലെത്തി. എത്തിക്കഴിഞ്ഞപ്പോൾ എന്തോ പറ്റി? യഥാർത്ഥ സുവിശേഷം പറഞ്ഞാൽ അത് പുള്ളിക്ക് ദഹിക്കത്തില്ലേക്കോ? എനിക്കറിയാവുന്ന ഒരു സഹോദരൻ പറഞ്ഞിട്ട് എനിക്ക് വലിയ സങ്കടമായിപ്പോയി. ഞാനും അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെയല്ല ധരിച്ചിരുന്നത്. ആളും പേരും പ്രസ്ഥാനമൊന്നും ഞാൻ പറയുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദുരുപദേശത്തിൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്ന വലിയൊരു ശുശ്രൂഷാ വൃന്ദങ്ങളുണ്ട് നമ്മുടെ കേരളക്കരയിൽ ആഗോള വ്യാപകമായി. അവർ മടങ്ങി വരാൻ ദൈവത്തോട് നമുക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. അവർ യഥാസ്ഥാനപ്പെട്ട് പഥ്യവചനം, പഥ്യോപദേശം പ്രസംഗിച്ചാലേ ഇന്ന് കാണുന്ന പ്രിയപ്പെട്ടവരെ